ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ടാകുമ്പോൾ അത് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. നിങ്ങൾ കാണുന്നത് ഗുരുവായൂരാണ്. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് എൻ്റെ ഡാൻസിൻ്റെ അരങ്ങേറ്റം കുറിക്കാൻ എനിക്ക് സാധിച്ചു. ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അന്നൊന്നും എനിക്ക് ഡാൻസ് ഇഷ്ടമാണെങ്കിലും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഡാൻസ് പക്ഷേ ഇഷ്ടമായിരുന്നു. ചെറുപ്രായം മുതലേ ഡാൻസ് ഇഷ്ടമായിരുന്നു. പക്ഷെ അന്നൊന്നും അരങ്ങേറ്റം ഒക്കെ നടത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. അത് പക്ഷെ ഒരിക്കലും അതിന് ജീവിതത്തിൽ സാധിക്കുമെന്നും വിചാരിച്ചതല്ല. എൻ്റെ മോള് മിന്നുവിനെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്. അപ്പം എനിക്ക് പറ്റാത്തത് എൻ്റെ മോളിലൂടെങ്കിലും സാധിക്കണം എന്ന് നമുക്ക് തോന്നുമല്ലോ. അപ്പം അങ്ങനെ മിന്നുവിനെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ചേർത്തു. അവൾക്ക് വേണ്ടിയിട്ട് അവളെ ഞാൻ രാവിലെ ഒന്നും കൊണ്ടാക്കണം, തിരിച്ച് ആ ടൈം കഴിയുമ്പോൾ ഞാൻ വിളിച്ചിട്ട് വരണം. അപ്പം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു, എങ്കിൽ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ്, മോളുടെ കൂടെ ഞാനും ഡാൻസ് പഠിക്കാം. അപ്പം അത്രയും ടൈം വേസ്റ്റ് ആവത്തില്ലല്ലോ, ചുമ്മാ നമ്മൾ മൊബൈൽ നോക്കിയിരിക്കുന്ന ടൈമാണല്ലോ അത്. അപ്പം ഞാൻ വിചാരിച്ചു മോളുടെ കൂടെ ഞാനും ഡാൻസിന് ചേർന്നു. അങ്ങനെ മോളുടെ കൂടെ ഞാൻ ഡാൻസ് പഠിച്ചു തുടങ്ങി. അപ്പോൾ അത് ഇന്ന് ഈ ഗുരുവായൂർ അരങ്ങേറ്റത്തിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ അത് ഭയങ്കര ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. പണ്ടൊക്കെ ചെറിയ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡാൻസൊക്കെ കളിക്കുമെങ്കിലും നമ്മൾ ക്ലാസിക്കലായിട്ട് കളിക്കുക, ക്ലാസിക്കലായിട്ട് പഠിച്ച് അതൊരു വേദിയിലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതെനിക്ക് സാധിച്ചു. അതിനെന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ഈ ഒരു നിമിഷത്തിൽ ഹൃദയം കൊണ്ട് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ ഈ കളിക്കുന്ന എല്ലാവരും വർക്കിംഗ് വുമൻസാണ്. അപ്പോൾ എല്ലാവർക്കും പ്രായത്തിൻ്റേതായ പരിമിതികളുണ്ട്, സമയത്തിൻ്റെ പരിമിതികളുണ്ട്. ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ ഈ പെർഫോമൻസ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഞങ്ങൾ 2 ഐറ്റമായിരുന്നു ചെയ്തത്. ഒന്ന് ദേവീസ്തുതി, ഒന്ന് ഗണപതി സ്തുതി. അപ്പം രണ്ടിൻ്റെയും എന്നാൽ കഴിയുന്ന വീഡിയോ ക്ലിപ്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തണം കേട്ടോ.